ഡോക്ടർ മോഹൻ വർഗീസ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ്. അത് നിയന്ത്രിക്കുന്ന അമ്പയറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ മൈതാനത്ത് ലെവൽ പ്ലേയിങ് ഉറപ്പുവരുത്തുക, ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായ ബാധ്യതയാണ്. ആ ബാധ്യത കമ്മീഷന് നിറവേറ്റാൻ കഴിയുന്നില്ല എന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന സാഹചര്യം ഉണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങേയറ്റം സങ്കടകരവുമാണ്. ഇവിടെ ഇപ്പോൾ വൈകി വളരെ മൃദുഭാഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികളോട് നിങ്ങൾ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയുന്നതിനെ എങ്ങനെ കാണണം? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയല്ലേ ഉള്ളൂ? ശ്രീ അഭിലാഷ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്തിയ സ്ഥാനമാണല്ലോ ഇലക്ഷൻ കമ്മീഷനുള്ളത്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, വിദ്വേഷ പ്രസംഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. രണ്ട്, സമയാസമയങ്ങളിൽ കൃത്യമായി സുതാര്യമായി നടപടികൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കണക്കുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല. ശതമാനക്കണക്കിൽ മാത്രമാണ് വോട്ട് ടേൺ ഔട്ട് കാട്ടുന്നത്. അതായത് ഈ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നു. ഓർക്കുക, 17C ഫോം 17C വോട്ടെടുപ്പ് കഴിയുന്ന ദിവസം ഈ ബൂത്തിലിരിക്കുന്ന ഏജൻറ്റുമാർക്ക് കൊടുക്കുന്ന ഫോമാണ്. അതിനകത്ത് കൃത്യമായ നമ്പറാണ് കൊടുക്കുന്നത്. ആ നമ്പർ എഴുതിയെടുക്കാൻ സാധിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് കമ്പ്യൂട്ടർ ചെയ്ത് കൃത്യമായ വോട്ട് ടേൺ ഔട്ട് പറയാൻ കഴിയും. അത് ഇലക്ഷൻ കമ്മീഷൻ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി, സാധാരണ ഓരോ ഫേസ് കഴിയുമ്പോഴും ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൃത്യമായ കണക്കുകൾ ഹാജരാക്കുന്ന ഒരു പതിവുണ്ട്. ഇപ്രാവശ്യം അത് സംഭവിച്ചില്ല. അതിൻ്റെ നീതിശാസ്ത്രം അവിടെ മാറി നിൽക്കട്ടെ. പക്ഷെ മറുവശത്ത് ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു അമ്പയറാണ്, റെഫറിയാണ്, ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പാക്കുന്നു എന്ന് വളരെയധികം ഉറപ്പാക്കേണ്ട ഒരു സമിതിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഈ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇന്ന് ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി അനുസരിച്ച്, നിലവിലുള്ള രാഷ്ട്രീയ അധികാരികളുടെ ഇച്ഛാശക്തി അനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ നമ്മളിപ്പോൾ തലനാരിഴ കീറി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നത് ഹെയ്റ്റ് സ്പീച്ചസ് നിയന്ത്രിക്കാൻ ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 123ാമത്തെ വകുപ്പുണ്ട്. അതിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു എന്താണ് ഒരു ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ നിർവചനമുണ്ട്. ഇതൊന്നും വേണ്ട, IPCയുടെ ആർട്ടിക്കിളുകൾ, റെലവൻ്റ് ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിൾ 505 IPC അനുസരിച്ച് ഇതുപോലെയുള്ള വിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങൾ അത് തിരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാതെയോ ഉണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള ഘടനാപരമായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട പോലെ ഈ രണ്ട് വിഭാഗത്തിനും, പ്രതിപക്ഷത്തിൻ്റെ മുന്നണിക്കും ഭരണകക്ഷി ഉൾപ്പെടുന്ന മുന്നണിക്കും ഒരുപോലെ ബാധകം ആക്കുന്നില്ല എന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രധാന ആക്ഷേപം. നോക്കൂ ശ്രീ അഭിലാഷ്, ഇതൊരു കളിയാണെങ്കിൽ ഇതൊരു മത്സരമാണ്. ജനാധിപത്യത്തിൻ്റെ ആഘോഷം എന്നൊരു മത്സരമാണ്. അവിടെ ഒരു പോൾ പൊസിഷനിൽ നിന്നാണ്, അത് ഇന്ത്യ മാത്രമല്ല എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഒരു പോൾ പൊസിഷനിൽ നിന്നുകൊണ്ടാണ്, ഫോർമുല 1 റേസിംഗ് ഒക്കെ ആണല്ലോ, ഒരു അഡ്വാൻറ്റേജിൽ നിന്നുകൊണ്ടാണ് നിലവിലുള്ള ഗവൺമെൻറ്, അത് നയിക്കുന്ന പാർട്ടി ഒരു അഡ്വാൻറ്റേജിൻ്റെ പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്നതിൻ്റെ ആദ്യ ഘട്ടമായി ഇലക്ഷൻ കമ്മീഷണർമാരെ നിശ്ചയിക്കാനുള്ള ഒരു സമിതിയുടെ ഘടന തന്നെ മാറ്റിക്കുറിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അടങ്ങുന്ന 3 മെമ്പർ കമ്മീഷനാണ് ആളുകളെ കണ്ടെത്തി ഇലക്ഷൻ കമ്മീഷനിലേക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. എങ്കിൽ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തെ ഇച്ഛാശക്തി അനുസരിച്ചാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അവിടെ മാപ്പുസാക്ഷിയാകുക മാത്രമാണ്. പ്രധാനമന്ത്രിയും ക്യാബിനറ്റിലെ മറ്റൊരു മന്ത്രിയും ചേർന്ന് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുമ്പോൾ അവർ പ്രാഥമികമായി എക്സിക്യൂട്ടീവിനോട് അദൃശ്യമായ ഒരു ഉത്തരവാദിത്വം അവരുടെ മേൽ വന്നു ഭവിക്കുന്നു. അതുകൊണ്ട് TN ശേഷൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു പേരാണല്ലോ ഇലക്ഷൻ കമ്മീഷന് പല്ലും നഖവും ഉണ്ടായത്, ശ്രീ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണർ ആയപ്പോഴാണ്. അതുവരെയും ഇലക്ഷൻ കമ്മീഷണർമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ കാര്യമായി ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചോ ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ചോ കാര്യമായി സംസാരിക്കാത്തൊരു സമയത്താണ് ഈ കമ്മീഷന്റെ വില ഇതാണ്
എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി രംഗത്ത് വരുന്നത്. അതിൻ്റെ 7 അയലത്ത് പോലും TN ശേഷന്റെ നിഴല് പോലും ആകുന്നില്ല ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ സംവിധാനങ്ങളും. അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് ഘടനയിൽ തന്നെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഘടനകൾ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത്. അതുകൊണ്ടാണെന്നാണ് ശ്രീ അഭിലാഷ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല